അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ദേ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്ര ദിവസം താമസിച്ച റൂമിനോടൊക്കെ ഒരു ടാറ്റ പറഞ്ഞ് ഞാനങ്ങനെ ഇറങ്ങി. ബുക്ക് ചെയ്ത ക്യാബ് അടിയിൽ വന്നു. അപ്പോൾ ലിഫ്റ്റിൽ കയറി നേരെ ക്യാബുകാരൻ്റെ അടുത്തേക്ക്. അങ്ങനെ ക്യാബിൽ കയറി ഞാൻ ദാ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ കയറിയതും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്താ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കണത്. ഞാനങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ വണ്ടിയിൽ ഇരിക്കുവാണ്. ഇവിടുത്തെ റോഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ പോകുന്ന റോഡ് തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ എയർപോർട്ടിൻ്റെ ബോർഡൊക്കെ ഞാൻ കണ്ടു. എയർപോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 45 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ ഫൈനലി എയർപോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ്. അങ്ങനെ ക്യാബുകാരന് പൈസയും കൊടുത്ത് ഞാൻ ഡിജി യാത്ര വഴി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തെത്തി. സെൽഫ് ചെക്കിൻ ആയതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.